ഒരു നാടിനെ ഭൂപടത്തിൽ നിന്ന് തന്നെ മായ്ച്ച മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഒരാണ്ട്. ദുരിതത്തിന് പിന്നാലെ മലവെള്ളപ്പാച്ചിൽ പോയി വന്ന പല വാഗ്ദാനങ്ങൾ ആരും അറിയാതെ മൺമറഞ്ഞു. ദുരന്ത ഭൂമിയിൽ നിന്നും റിയാസ് KMR ചെയ്യുന്നുണ്ട്. റിയാസ്, മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടലിന് ഇന്ന് ഒരാണ്ട് തികയുകയാണ്. കൂടുതൽ വിവരങ്ങൾ. വൃന്ദ, ഈ നാട് തന്നെ ഈ ഭൂപടത്തിൽ നിന്നും ഇല്ലാതായ ആ മുണ്ടക്കൈ പ്രദേശത്ത് തന്നെയാണ് ഞാനും ഇപ്പോൾ നമ്മുടെ ക്യാമറ പേഴ്സൺ രാഹുലും നമ്മുടെ പ്രോഗ്രാം അസിസ്റ്റന്റ് വിവീഷും അടങ്ങുന്ന സംഘം ഇപ്പോൾ ഉള്ളത്. സ്വാഭാവികമായും ഏറ്റവും വേദന നിറഞ്ഞ ഒരു നിമിഷം തന്നെയാണ്. ആ ഓർമ്മകൾ പോലും വല്ലാതെ നൊമ്പരപ്പെടുത്തുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. ഈ മുണ്ടക്കൈ അതിമനോഹരമായൊരു ഗ്രാമമാണ്. നമ്മുടെ ഒരു KSRTC സംബന്ധിച്ച വാർത്താ സ്റ്റോറിയിൽ അതിൻ്റെ ദൃശ്യങ്ങൾ, പഴയ ദൃശ്യങ്ങൾ നമ്മൾ വളരെ നന്നായി നൽകിയിട്ടുമുണ്ട്. സ്വാഭാവികമായും അങ്ങനെയുണ്ടായിരുന്ന ഒരു മുണ്ടക്കൈയുടെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് കാണാം. അതിനു മുൻപ് ഈ കഴിഞ്ഞ വർഷത്തെ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായിരുന്ന പ്രഭവ കേന്ദ്രമാണ് പുഞ്ചിരിമട്ടത്തെ. ആ പ്രഭവ കേന്ദ്രം ഇപ്പോൾ ഇവിടെ ഈ മാനം തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷേ ആ ദുരന്തബാധിതരായിട്ട് അവശേഷിക്കുന്നവരുടെ മനസ്സിപ്പോഴും തെളിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ പ്രഭവ കേന്ദ്രം ഇപ്പോൾ നമുക്ക് കാണാം. ഇപ്പോൾ അവിടെ വെയിലുദിച്ചു നിൽക്കുന്നുണ്ട്. അല്പം മുൻപ് നേരിയൊരു ചാറ്റൽ മഴയുണ്ടായിരുന്നു, നേരിയൊരു മഴയുണ്ടായിരുന്നു. ഇവിടെ വളരെ ശക്തമായ കാറ്റ് വീശുന്നുണ്ട്. ഇപ്പോൾ ഇത് തെളിഞ്ഞൊഴുകുകയാണ്. പതിയെ പുന്നപ്പുഴ അതിങ്ങനെ ചാലിട്ടൊഴുകി വരുന്നത് അവിടെ നിന്നാണ്. ഈ പുന്നപ്പുഴയുടെ പ്രഭവ കേന്ദ്രം ഇതിന് മുകളിലേക്കാണ്. അതിൻ്റെ ഒരു വശത്താണ് കഴിഞ്ഞ വർഷം ജൂലൈ 30 പുലർച്ചെ ഉരുള് പൊട്ടി പിന്നീട് ഇങ്ങോട്ടേക്ക് ഒലിച്ചിറങ്ങി വന്ന് അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഇങ്ങനെ പതിയെ ഈ പാറക്കല്ലുകളും മറ്റുമൊക്കെ. ഇവിടെ നിരവധി വീടുകളൊക്കെ ഉണ്ടായിരുന്നു. പലരും മണ്ണിൽ പുതഞ്ഞു പോയി. ഒരു ഗ്രാമം തന്നെ മണ്ണിൽ പുതഞ്ഞു കിടക്കുകയാണ്. ഇന്നിപ്പോൾ ഇവിടെ പച്ചപ്പ് കിളർത്ത് വരുന്നുണ്ട്. പക്ഷേ ആ പച്ചപ്പിനിൽ ഒരു ഗ്രാമം പൂർണ്ണമായും ഉണ്ട് എന്നുള്ള ഒരു വേദന നമുക്ക് കാണാൻ കഴിയും. കുത്തിയൊലിച്ചിറങ്ങി പതിയെ പോകുന്നത് പിന്നീട് താഴേക്കാണ്. നേരെ വന്ന് പതിക്കേണ്ട കാണുന്ന, ഇപ്പോൾ നമ്മൾ ദൃശ്യത്തിൽ കാണുന്ന പുഴയുടെ ഭാഗത്തുള്ള ആ വനമേഖലയിലേക്കായിരുന്നു. പക്ഷേ അങ്ങനെ ഒന്ന് ഉണ്ടായില്ല. ആ വനമേഖലയിൽ അത്തരമൊരു സാഹചര്യം ഉണ്ടായില്ല. പക്ഷേ പ്രകൃതി പിന്നീട് പതിയെ ചാലിട്ട് ഒഴുകി വന്ന് ആ പാടിയുടെ പരിസരത്തു കൂടിയാണ്. പാടിയിലെ തൊഴിലാളികളെ അടക്കം കവർന്നെടുത്തു. അതിൽ ഇതര സംസ്ഥാന തൊഴിലാളികളടക്കം ഉണ്ടായിരുന്നൊരു സാഹചര്യം നമ്മൾ കേട്ടതാണ്. ഇപ്പോഴും അവിടെ അതിൻ്റെ ആ ഉരുടങ്കല്ലുകളൊക്കെ മാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് നീക്കുന്ന പ്രവൃത്തി ഇപ്പോഴും തുടരുകയാണ്. കൃത്യമായി പുന്നപ്പുഴയുടെ പഴയ ആ ഒരു ഒഴുക്കിൻ്റെ വിഗതികൾ ഉണ്ടായിരുന്ന ആ വഴി ഇപ്പോഴും പുനർനിർമ്മിക്കാനുള്ള ശ്രമം ഈ ഒരു വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും തുടരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ ഇപ്പുറത്തായുള്ള ഒരു പാടിയൊക്കെ നമുക്ക് കൃത്യമായി അതിൻ്റെ പാടിയുടെ അവശിഷ്ടങ്ങൾ ഇതിൻ്റെ പുന്നപ്പുഴയുടെ കരയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ തൊട്ടടുത്തായി നിരവധി തൊഴിലാളികൾ, തേയില നുള്ളി മാത്രം ഉപജീവനം നടത്തിയിരുന്ന നിരവധി തൊഴിലാളികളെ നമുക്ക് അന്ന് ഒക്കെ കാണാൻ കഴിഞ്ഞിരുന്നു. അതിൽ പലരും ജീവനറ്റ് കിടക്കുന്ന, നൊമ്പരപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് അന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത്. പിന്നീട് അത് വന്ന് ഇവിടെയുള്ള ഈ പാടികളിലുള്ള തൊഴിൽ നഷ്ടപ്പെട്ട് തിരികെ നാട്ടിലേക്ക് പോകേണ്ടി വന്ന ഒരുപാട് ഇതര സംസ്ഥാന തൊഴിലാളികളായ മനുഷ്യരുണ്ട്. അവരന്ന് വേദനയോടുകൂടിയാണ്, നൊമ്പരത്തോടു കൂടിയാണ് പോയത്. ഈ മുണ്ടക്കൈയുടെ ഒരു ദുരന്തത്തിൻ്റെ ബാക്കി പത്രമായി താഴത്തെ നില പൂർണ്ണമായും തകർന്നു കിടക്കുന്ന, മുകൾ നിലയുടെ ഒരു ഭാഗം തകർന്നു കിടക്കുന്ന മുണ്ടക്കൈ ജുമാ മസ്ജിദ് ഉണ്ട്. ഇവിടെയാണ് ഷിഹാബ് ഫൈസി എന്ന് പറയുന്ന ഏറ്റവും മനുഷ്യസ്നേഹിയായ ഒരു ഉസ്താദ്, ഒരു മുസ്ലിയാർ ജോലി ചെയ്തിരുന്ന ഇടം. അദ്ദേഹത്തിന് ഉൾപ്പെടെ അതിൽ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ നിരവധി പേർക്ക് ഇവിടെ നിന്നും, ആ ദുരന്തത്തിൽ നിന്നും, ഈ ഉരുൾപൊട്ടലിനെ കുറിച്ച് രക്ഷപ്പെടാനുള്ള ആദ്യത്തെ മുന്നറിയിപ്പ് നൽകിയാണ് അദ്ദേഹം മടങ്ങിയത്. മാത്രമല്ല ഈ ജീപ്പ്, നമുക്ക് ഇവിടെ ഈ പള്ളിയുടെ മുറ്റത്തൊരു ജീപ്പും നമുക്ക് കാണാം. ദുരന്തത്തിൻ്റെ അവശിഷ്ടമായി ജീപ്പിൽ പലരെയും രക്ഷപ്പെടുത്തി തിരികെ വരുന്ന സമയത്ത് ആണ് ഈ ജീപ്പിൽ ഉണ്ടായിരുന്ന ആളുകളൊക്കെ അന്ന് ഈ ദുരന്തത്തിൽ മരണപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ വേദനയുടെ ഒരു വലിയൊരു അവശിഷ്ടങ്ങൾ മാത്രമാണ്, ബാക്കി പത്രം മാത്രമാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്. നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചകളാണ് നമുക്ക് ഈ മുണ്ടക്കൈ ടൗണിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ തേയിലക്കാടുകൾക്ക് നടുവിൽ
ഒരു മനോഹരമായൊരു ഗ്രാമമായിരുന്നു ഇത്. ഇവിടുത്തെ മനുഷ്യരെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റവും സന്തോഷത്തോടുകൂടി, ഒരുമയോടുകൂടി, ഐക്യത്തോടുകൂടിയൊക്കെ കഴിഞ്ഞിരുന്ന മനുഷ്യരാണ്. അവരിലേക്കാണ് ഈ ഉരുൾപൊട്ടൽ ദുരന്തം വലിയൊരു മഹാദുരന്തമായി വന്ന് ഒരു നാടിനെ ഭൂപടത്തിൽ തന്നെ മായ്ച്ച മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ. രാഷ്ട്രീയമില്ലാതെ ആളുകൾ എത്തുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ അത്തരം വാഗ്ദാനങ്ങളെല്ലാം തന്നെ വെറും പാഴ് വാഗ്ദാനങ്ങളായി സർക്കാരിന്റെയും സന്നദ്ധ സംഘടനകളുടെയും ഭാഗത്തുനിന്നുള്ള വാഗ്ദാനങ്ങൾ പലതും, എല്ലാമല്ല പലതും വാഗ്ദാനങ്ങളായി പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. വൃന്ദ, തീർച്ചയായും റിയാസ്, രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഉരുൾപൊട്ടലിന്റെ ഓർമ്മയിലാണ് ഇന്ന് കേരളമുള്ളത്. ചുരൽമലയിലടക്കം സർവ്വമത പ്രാർത്ഥനയും പുഷ്പാർച്ചനയും ഒക്കെ നടക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം മന്ത്രിമാരടക്കമുള്ള അനുസ്മരണ യോഗവും ഇന്ന് സംഘടിപ്പിച്ചിട്ടുണ്ടല്ലേ? തീർച്ചയായും ഇനിയിപ്പോൾ ോടുകൂടി ഈ പുത്തുമലയിലുള്ള ജൂലൈ 30 ഹൃദയഭൂമിയിൽ അവിടെ പ്രത്യേക പ്രാർത്ഥനകൾ നടക്കും. അവിടെയാണ് ജാതി മതഭേദമന്യേ മുഴുവൻ ആളുകളെയും സംസ്കരിച്ചിരിക്കുന്നത്. ജൂലൈ 30 ഹൃദയഭൂമി എന്ന പേരിട്ട ആ പൊതു ഇടത്തിൽ, പൊതു ശ്മശാനത്തിൽ എല്ലാവർക്കും സർവമത പ്രാർത്ഥനകളുടെ പിന്തുണയോടുകൂടി എല്ലാവർക്കും പ്രിയപ്പെട്ടവർക്ക് ആദരമർപ്പിക്കുന്ന ചടങ്ങ് അല്പസമയത്തിനകം അവിടെ നടക്കും. അത് കഴിഞ്ഞ് മേപ്പാടിയിലെ MS ഓഡിറ്റോറിയത്തിൽ ഇവരുടെ ഒരു സംഗമം കൂടി നടക്കും. നേരത്തെ ചൂരൽമല നിവാസികളുടെ ഒരു പ്രതിഷേധം നമ്മൾ വരുന്ന വഴിക്ക് കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ചൂരൽമല ഉണ്ടായിരുന്നു. ആ പ്രതിഷേധം എന്ന് പറയുന്നത് അവർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല, പരിഹരിക്കേണ്ടത് അനിവാര്യതയാണ്. ആ വീഴ്ചകൾ പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടൽ വേണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അവരുടെ ആവശ്യത്തിനൊപ്പം സർക്കാരും പൊതുസമൂഹവും നിൽക്കണം എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. തീർച്ചയായിട്ടും ഒരു രാത്രി കൊണ്ടാണ് ആ ഒരു നാടിനെ മൊത്തം ഉരുളെടുത്തിട്ടുള്ള നിരവധി പേരുടെ ജീവനാണ് നഷ്ടമായിരിക്കുന്നത്. പുനരധിവാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതോടൊപ്പം പല ഭാഗങ്ങളിലും പല കോണുകളിൽ നിന്നും പ്രതിഷേധങ്ങളും ഉയരുന്ന ഒരു സാഹചര്യം കൂടെ നിലനിൽക്കുന്നുണ്ട് റിയാസ്. ഒരു നാടിനെ ഭൂപടത്തിൽ നിന്നും മായ്ച്ച മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇന്ന് ഒരാണ്ട് തികയുകയാണ്. ദുരന്തത്തിന് പിന്നാലെ മലവെള്ളപ്പാച്ചിൽ പോലെ വന്ന പല വാഗ്ദാനങ്ങളും ആരും അറിയാതെ മൺമറഞ്ഞു പോയിരിക്കുകയാണ്. ദുരന്ത ഭൂമിയിൽ നിന്നും റിയാസ് KMR ആണ് വിവരങ്ങൾ നൽകുന്നത്. റിയാസ്, പുനരധിവാസ പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുമ്പോഴും മറുഭാഗത്ത് പല പ്രതിഷേധങ്ങളും ഉയരുന്ന ഒരു സാഹചര്യം കൂടെ നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായും പ്രതിഷേധങ്ങളുണ്ട്. ആ പ്രതിഷേധങ്ങളുടെ വിവരങ്ങളൊക്കെ നമുക്ക് വിശദമായി വരേണ്ടതുണ്ട്. ആ പ്രതിഷേധങ്ങൾ തീർച്ചയായും സർക്കാരിൻ്റെയും പൊതുസമൂഹത്തിൻ്റെയും കാതുകളിൽ മുഴങ്ങട്ടെ. അവർക്ക് അർഹമായ നീതി ലഭിക്കണം. കൃത്യമായ പുനരധിവാസം വാഗ്ദാനം ചെയ്ത, അതായത് സർക്കാരിൻ്റെ ടൗൺഷിപ്പിന് വേഗത പോരാ എന്നുള്ള ഒരു കൃത്യമായ ആക്ഷേപം അവരുടെ ഭാഗത്തുനിന്നുണ്ട്. അപ്പം പ്രതിപക്ഷ സംഘടനകൾ, യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും മുസ്ലിം ലീഗും അടക്കമുള്ളവർ വാഗ്ദാനം ചെയ്ത പുനരധിവാസ പദ്ധതികളും എങ്ങും എത്തിയിട്ടില്ല. അതുകൊണ്ട് ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ ഭേദമില്ലാതെ ആർക്കും ഇതിൽ നിന്നും, ഈ ഒരു ഉത്തരവാദിത്തത്തിൽ നിന്നും കൈകഴുകാൻ പറ്റില്ല. കൃത്യമായ പുനരധിവാസ പ്രക്രിയകൾ ഇവിടെ നടന്നിട്ടില്ല എന്നുള്ളത് ഇവിടെ ഈ ഗ്രൗണ്ടിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. ഈ സീറോ ഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് അതൊരു യാഥാർത്ഥ്യമാണ്, അതൊരു ആരോപണമല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ പലതും ചെയ്യേണ്ടത്, തുടക്കത്തിൽ പല ഇടപെടലുകളും ഉണ്ടായിട്ടുണ്ട്. അക്കാര്യത്തിൽ പ്രതിപക്ഷ ഭേദമന്യേ നല്ല ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത് തീരെ കൃത്യമായ രീതിയിൽ ഒരു പുരോഗമനം ഉണ്ടാകുന്നില്ല. അതിൽ ഏറ്റവും വേഗതയിൽ അത്തരം കാര്യങ്ങൾ നടപ്പിലാകണം എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. എന്തായാലും 11 മണിയാകുമ്പോഴാണ് പുത്തുമലയിൽ എത്തേണ്ടത്. പുത്തുമലയിലെ പൊതു ശ്മശാന ഭൂമിയിൽ ജൂലൈ 30 ഹൃദയഭൂമിയിൽ നിന്നും 11 മണിയോടുകൂടി നമുക്ക് വിവരങ്ങൾ നൽകേണ്ടതുണ്ട്. അവിടെയാണ് 11 മണിക്ക് പ്രിയപ്പെട്ടവരുടെ ഒരു വലിയൊരു പ്രിയപ്പെട്ടവരെ കാണാനെത്തുന്ന, എല്ലാം നഷ്ടപ്പെട്ട് ജീവൻ മാത്രം ബാക്കിയായ മനുഷ്യർ ഇന്നെത്തും. അവരുടെ ആ ഒരു നൊമ്പരം, ആ നൊമ്പരത്തോടൊപ്പം നമുക്ക് 11 മണിയോടുകൂടി സഞ്ചരിക്കേണ്ടതുണ്ട്. വൃന്ദ, തീർച്ചയായും റിയാസ്, അതിജീവനത്തിന്റെ കാലമാണ്. അതിജീവനം ഇങ്ങനെ തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തു, നൌഷാദ്, ശ്രുതി തുടങ്ങിയ ആളുകളൊക്കെ അവിടെ അതിജീവനത്തിന്റെ കുടുംബങ്ങളെ, ഉറ്റവരെ നഷ്ടപ്പെട്ടും അതിജീവനത്തിൽ അവിടെ സന്തോഷിക്കുന്ന കുറച്ച് മനുഷ്യരും, ഒരുപറ്റ മനുഷ്യരും അവിടെ നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ.
എന്തായാലും അവരുടെ അതിജീവനത്തിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അവരോട് നേരിട്ട് ചോദിച്ചറിയേണ്ടതുണ്ട്. സമയം വളരെ പരിമിതമാണ്. ഇനിയിപ്പോൾ ഈ സമയത്ത് നമ്മൾ അവിടത്തേക്ക് പോകേണ്ടതുണ്ട്. ഇനിയിപ്പോൾ 11 മണിയോടുകൂടി അവരെ കണ്ട് അവരുടെ അതിജീവനത്തിന്റെ കഥകളും വിശേഷങ്ങളും ഒക്കെ നമുക്കറിയേണ്ടതുണ്ട്. വൃന്ദ. ശരി റിയാസ്, ഒരു നാടിനെ ഭൂപടത്തിൽ നിന്നു തന്നെ മായ്ച്ച മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഒരാണ്ടാണ് ഇന്ന്. ദുരന്തത്തിന് പിന്നാലെ മലവെള്ളപ്പാച്ചിൽ പോലെ വന്ന പല വാഗ്ദാനങ്ങളും ആരും അറിയാതെ മൺമറഞ്ഞു പോയിരിക്കുകയാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ഇന്ന് 1 വയസ്സ്. രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഉരുൾപൊട്ടലിന്റെ ഓർമ്മയിലാണ് കേരളമുള്ളത്. ചൂരൽമലയിൽ സർവ്വമത പ്രാർത്ഥനയും പുഷ്പാർച്ചനയും ഒക്കെ നടക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് മന്ത്രിമാരടക്കമുള്ള അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചിട്ടുണ്ട്.